പിടിച്ചിട്ട് വിടാനായിരുന്നു. അയ്യോ ഞാൻ ഇതിനകത്ത് പറയാം. പിടിച്ചിട്ട് ഞാൻ ഒരു 7 മണി വെച്ചിട്ട് എങ്ങനെ അഴിഞ്ഞു പോയാ എന്ത് ചെയ്യൂടാ? കട്ടിയുള്ള കടലും കൊണ്ട് കൂട്ടിയിട്ട് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഞാൻ വൈകിട്ട് കോളേജിൽ നിന്ന് വരുന്ന വഴിയാണ് കേട്ടോ. വീട്ടിലിരുന്ന് ആൻസൂട്ടനെ ഞാൻ വിളിച്ചു വരുത്തിയതാണ്. ഞാൻ കുറച്ച് കറി വയ്ക്കാനും പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങ് വാങ്ങി. മുട്ട വാങ്ങി. വീട്ടിൽ കറി വയ്ക്കാൻ തീർന്നു പോയെന്നേ. തൊടുപുഴയിൽ നിന്നൊക്കെ വാങ്ങി കെട്ടിക്കൊണ്ടുവരാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ ബസ്സൊക്കെ കയറി വരുന്നതുകൊണ്ടേ വയ്യാത്തത് കൊണ്ട് ഞാൻ നമ്മുടെ ഇവിടെ സ്റ്റോപ്പ് ഇറങ്ങിയിട്ടാണ് വാങ്ങിയത്. നടന്നു വരാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ആൻസൂട്ടനെ വിളിച്ച് വരുത്തിയിട്ട് ആൻസിൻ്റെ കയ്യിൽ നമ്മൾ കൂടെ അങ്ങ് കൊടുത്തു. അങ്ങനെ ഇത് സ്പൈഡർമാനാണ് വരുന്നത് എൻ്റെ കൂടെ. സ്പൈഡർമാൻ പോയി. പിന്നെ ഓഹോ, ആൻസൂട്ടൻ ഭയങ്കര പണക്കാരനായെന്നാ പറഞ്ഞ. വണ്ടിക്കൂലിക്ക് കാശില്ലാതിരിക്കാൻ ആൻസൂട്ടൻ്റെ പൈസക്ക് ഞാൻ നാളെ വണ്ടിക്കൂലി എടുത്ത് പോകും. അയ്യോ, നമ്മളങ്ങനെ ഇവിടം വരെ എത്തിയിട്ട് അമ്പലത്തിൻ്റെ അവിടെ നിന്നൊക്കെ ഇങ്ങ് പോകുന്നു. ഇതാ ഇടവഴിയാണേ. അവിടെ നോക്കടാ, മടുത്തോടാ. ഇച്ചിരി നീ കൂടി പിടിച്ചോ. മടുത്തെങ്കിൽ എങ്ങനെ അഴിഞ്ഞു പോയാ എന്ത് ചെയ്യൂടാ? കട്ടിയുള്ള കടലും കൊണ്ട് കൂട്ടിയിട്ട് പുതിയ കടല് കിട്ടി എനിക്ക്. ഈ പറമ്പിൽ നിന്ന് എല്ലാ മരവും വെട്ടി വിറ്റൂല്ലേടാ? റബ്ബർ മാത്രമല്ല അല്ലേ? ഏത് നിൽക്കി വണ്ടി പോട്ടെട്ടാ. ഇതേടാ ലൈൻ കമ്പിയിലൊരു കോലിരിക്കുന്ന നോക്കിയേ. വാ. ആണോ? അങ്ങനെ ഞാൻ വീട്ടിലെത്തപ്പെട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ, എത്തപ്പെട്ടിരിക്കുകയാണ്. ഇതുണ്ടോ വേർത്ത് ഒഴുക്കുവാണ്. എടാ ഇന്ന് നോക്കടാ, ഇതെല്ലാം വേർത്തിരിക്കുന്ന. അത് നിനക്ക് വേണ്ടി വാങ്ങിയതാ. ഇഷ്ടപ്പെട്ടാ? എടാ ആ ഫാൻ ഇങ്ങോട്ടൊന്ന് തിരിച്ചു വെക്കുവാടാ. വേർത്തത് നെറ്റിയെല്ലാം വേർത്തിട്ടതാ ഒഴുകുന്ന നോക്ക. എന്നിട്ട് വെയിലില്ല താനും. ഭയങ്കര ചൂട്, ഒരു രക്ഷയും ഇല്ലാത്ത ചൂടാണേ. ആയി എന്ത് സുഖം. ചെരുപ്പ് ആദ്യം ചെരുപ്പൊക്കെ ചൂട് പിടിച്ചിരിക്കുവാടാ ആൻസേ. ചെരുപ്പൊക്കെ ചൂട് പിടിച്ചിരിക്കുവാടാ. ഇതെന്നെ ചില്ലറയായിട്ടാണ് ആയിട്ട് കണ്ട് അപ്പോൾ ഇനി നാളെയും കൂടെ പോകണം. ഓർക്കുമ്പോൾ വിഷമം വരുക. എന്നാടാ 20, 30, 40, 50. എന്നാ പിന്നെ ഞാൻ വിളിച്ചപ്പോൾ നിനക്ക് പറയാൻ പറ്റായിരുന്നു. ഞാനൊരു സോഡ വാങ്ങിച്ചോണ്ട് വരില്ലായിരുന്നു. ജ്യൂസ്. അയ്യടി എന്തൊരു സുഖം. ഇതാണ് ഏറ്റവും വലിയത്. ഇച്ചിരി വെള്ളം തരുവാടാ കുടിക്കാൻ. ഞാൻ അവിടുന്ന് വെള്ളം എടുത്തോണ്ട് വന്നില്ല. അതിന് വെള്ളം ഒഴിച്ചില്ലായിരുന്നു അപ്പ? വേർത്തത് ഇവിടെ എല്ലാം വേർത്ത് ഒലിച്ചിരിക്കുവാണ്. ഇതെൻ്റെ 4ാം കല്യാണത്തിൻ്റെ സാരിയാണ് കേട്ടോ. ഷീമാട്ടിൽ നിന്ന് എടുത്താണ്. 4ാം കല്യാണം എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ 4 ദിവസം ഹസ്ബൻഡിൻ്റെ വീട്ടിലായിരുന്നു. അതിനുശേഷം 4ാമത്തെ ദിവസം നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് പോകുന്ന അന്നാണ് പിന്നെ കല്യാണം കഴിഞ്ഞ് സ്വന്തം വീട് കാണാൻ പോകുന്നത്. വീട്ടിൽ നിന്ന് സിംഗിളായിട്ട് ഇറങ്ങിയിട്ട് പിന്നെ ഡബിളായിട്ട് മിങ്കിളായിട്ടാണ് പോയത്. അപ്പം അന്ന് എടുത്തോണ്ട് സാരി, അതിൻ്റെ ബ്ലൗസ് വേറെയാണ് കേട്ടോ. എൻ്റെ ബ്ലൗസ് രാവിലെ എടുത്തപ്പോൾ ഈ കൈയുടെ ഭാഗത്തൊന്ന് പിഞ്ചി. ഉണക്കമുളക് വാങ്ങിയതാ കറി വെക്കാനായിട്ട്.
ഇടിച്ചിടാൻ. അത് പഞ്ചസാര. എടാ എൻ്റെ കൈ കൊണ്ട് തരലടാ, എൻ്റെ കൈക്ക് വേദന. നീ ഒരു കാര്യം ചെയ്തേടാ, മുട്ട ട്രേ കൊണ്ടുവന്നിട്ട് ട്രെയിലേക്ക് വെക്കപ്പാ. ആൻസാണ് ഇവിടെ ജോലിയൊക്കെ ചെയ്യുന്ന കുട്ടി. രാവിലെ കോളേജിൽ ചെന്നപ്പോൾ കോളേജിൻ്റെ ഗ്രില്ല് തുറന്നിട്ടില്ലായിരുന്നേ. പക്ഷെ അതിൻ്റെ അത് പൂട്ട് തുറന്നിട്ടുണ്ടായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ല. ഗ്രില്ല് ഫ്രണ്ടിലെ ഗ്രില്ല് തുറന്നിട്ടില്ല അകത്ത് കയറാൻ. അപ്പം പൂട്ട് തുറന്നിട്ടുണ്ടായിരുന്നു, ഗ്രില്ല് അങ്ങ് തുറന്നില്ലെന്നേ ഉള്ളൂ. പിന്നെ ഇച്ചിരി നേരം 2 മിനിറ്റ് ഇരുന്നപ്പോഴത്തേക്കും അവിടെ സെക്യൂരിറ്റി ചേട്ടൻ സ്കൂട്ടറിൽ ഓടി പാഞ്ഞു വന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോയതായിരുന്നു. പൊട്ടിയില്ലാതെ മാക്കൂന് കൊടുത്തരാൻ. ഇന്നത്തെ ചോറാണോ? എന്നാ കൊടുത്തരാൻ വിളിക്കാൻ മുട്ട വാ. പാവം. എന്നിട്ട് എലിനയുടെ കൂടെ ഞാൻ ഹേറ്റിയാമ്പിൽ ഒന്ന് പോയിട്ടോടാ. അന്നേരം അവിടെ ഒരു പട്ടിക്കുട്ടൻ കിടക്കും. എനിക്ക് അതിനെടുത്തോണ്ട് വരാൻ തോന്നി. ഇതുപോലത്തെ അല്ല, ഒരു നാടൻ പട്ടിയായിരുന്നു. ഓ എന്ത് സുഖം. നേരത്തെ കുളിക്കണം, എന്നിട്ട് നമുക്ക് കിടക്കാൻ നേരത്തെ ഒന്നോടെ കുളിക്കണം. എനിക്ക് ആവി എടുത്തിട്ട് ഒരു രക്ഷയില്ല അച്ഛൻ. നോർമൽ ഇപ്പൊ ഹൈ ടെമ്പറേച്ചറിൽ ഇരിക്കുക. ഞാൻ നടന്ന് വെയിൽ കൊണ്ട് നടന്ന് വന്നപ്പോൾ. ഇനി നോർമൽ ടെമ്പറേച്ചറിലേക്ക് വന്ന് കഴിയുമ്പം കുളിക്കണം. അല്ലാതെ ഹൈ ടെമ്പറേച്ചറിൽ തന്നെ കുളിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര പാടായിരുന്നു. നിന്റെ പൈസ എടുത്ത് വെക്കപ്പാ. അതെന്തിനാ ആ ഭയങ്കര വേണ്ട കടക്ക് ഇരിക്കടാ. ആ വേണമെങ്കിൽ തന്നേരും കണ്ടു പുളിക്കൊക്കെ എടുത്തോളാം. ചില്ലറയില്ല വണ്ടിക്കൂലി കൊടുക്കാം. ആൻസോട്ടറിന്റെ കയ്യിൽ നിന്ന് ചില്ലറ ഇഷ്ടമാണ് കാണുന്നത്. പൈസ കിട്ടുമ്പോ വലിയ പൈസ തരാവേ, വലിയ പൈസ തരാന്ന്. പൈസ മുട്ട വെച്ചോടാ, മുട്ട വെച്ചോ. ഇത് മറ്റേ കൊണ്ടാട്ടം മുളക്, തൈര് മുളക്. ആ തൈരൊക്കെ ഇട്ടിട്ട് ഉണങ്ങണ മുളകില്ലേടാ, അത് വറുത്താല് ചോറിന് നല്ലതല്ലേടാ. എനിക്ക് വലിയ ഇഷ്ടമാണ്. അത് കേൾസ്. പട്ടാണിക്കറിൽ പൊട്ടിച്ചാർന്നടാ. അത് കടല കറി വെക്കാൻ വാങ്ങിയതാടാ അച്ഛൻ. പയർ ആ അത് പൊട്ടിക്കല്ലേ പൊട്ടിക്കല്ലേ. ആ എന്നതാ ഇന്ന് രാത്രി ഒന്നും ഉണ്ടാക്കില്ല. ഇപ്പൊ ചോറോടെ ഇരിപ്പുണ്ട്, എടുത്ത് നിന്നോട് പോയി. ആ കൊള്ളാടാ. എന്റെ ചിരി നോക്കിയേ. ചെറുക്കന് കഞ്ഞിയും പയറ് അതൊക്കെയാണ് അവന് ഇഷ്ടം. അത് ഒന്ന് തരാമോ? പൊട്ടിച്ച് പൊളിച്ച് വിശപ്പുവാ. ഓർമ്മ തന്നാ മതി. പൊളിച്ച് നടാവേ. എടാ പൊട്ട ഇവിടെ ആയിരുന്നോടാ പൊളിക്കേണ്ടത്. പോയി നീ ഇച്ചിരി അടുത്തേക്ക് പിടിച്ചാടാ. എടാ ഇത് വെയിലത്ത് കിടന്ന് വാടിപ്പെടുത്തോണ്ടത് പോലെ ഉണ്ടല്ലോടാ. പുഴുങ്ങി തിന്നാന്നല്ല, നാടനാ. അതങ്ങനെ ഒട്ടിയിരിക്കുന്നത്. പുഴുങ്ങി തിന്ന ജ്യൂസ് ഉണ്ടാക്കിയായിരുന്നു ഇതും കൊണ്ട്. ആയതുവാ പുഴുങ്ങി തിന്നായിരുന്നു. നല്ല രസാ. ഇപ്പൊ നിലവിലിപ്പോ അതെന്നാടാ മാപ്പ് കൊടുത്തോണ്ട് ഇതിന്റെ എന്തിന്റെ എടാ മുട്ട തിന്നിട്ട് മലയാളത്തോണ്ടാണ് തൊണ്ടും കൂടെ തിന്നണതാ. എടാ ഇത് എങ്ങനെ തിന്നൂടാ ആൻസർ. എടാ ഈ സാരിയുടെ കളർ എന്തിനാണ് ഇഷ്ടപ്പെട്ടടാ മറ്റേ വീഡിയോയിലൊക്കെ? ഷോർട്സ് എടുത്തില്ലടാ. എന്റെ പുറകേക്കടെ ഒരു കുഞ്ഞങ്ങ് പോയിപ്പോ. നമ്മളെ പഴുത്തില്ലടാ ആൻസർ. എന്നാ
കൊടുക്കണം മതിയണം. പട്ടിക്ക് പോലും വേണ്ട. പോടാ കളയണ്ടോടാ, ഉറുമ്പ് കയറും അതിനകത്ത് കേട്ടോ അച്ഛാ. ബാസ്ക്യൂ എന്നെ ഒരു മൈൻഡും ഇല്ലല്ലോ എൻ്റെ പോണോ, ഒരു മൈൻഡും ഇല്ലല്ലോ. ശുണ്ടരിയാണോ? ചൂടൊക്കെ ആണോ ബാസ്ക്യൂ? ബാസ്ക്യൂവിന് ഒട്ടും പറ്റാത്ത, ഇതിന് തണുപ്പ് കാലത്ത് പോലും ഇത് ഫാനില്ലാതെ കിടക്കത്തില്ല. അപ്പൊ ഈ ചൂടുകാലത്തിന്റെ അവസ്ഥ ആലോചിച്ച് നോക്കിയേ. നാളെ എന്താടാ മുട്ടയും പൊരിച്ച് കടല ഫ്രൈ ഉണ്ടാക്കാം. കടല ഫ്രൈ ഉണ്ടാക്കാം. ഫുൾസൈ അല്ല ബുൾസൈ. ഫുൾസൈ ഉണ്ടാക്കി തന്നെ. ഫുൾസൈ മുടി ഞാൻ പണ്ട് ഇങ്ങനെ കെട്ടിക്കൊണ്ടിരുന്നത്, എൻ്റെ തലമുടിയെ ആ രീതിയിലാണ് ഞാനിപ്പോൾ തലമുടി കെട്ടുന്നത്. ഇവിടെ ഇങ്ങനെ ലൂസാക്കി, തലയിൽ തുള്ളി എണ്ണയില്ല. ഒരു കളർ മാറണമെന്ന് വെറുതെ വന്നിരുന്നേ. എന്നിട്ടോ ഞാൻ വിറകെടുത്തോണ്ട് അവിടെ ഇതാന്ന് എത്ര മന്തിനൊക്കെ പിടിച്ചു. വണ്ടിനെയോ? ഓന്ത് പിടിച്ച് കടിക്കില്ലടാ. ഇല്ല, ഞാൻ പിടിച്ചോ. എന്നിട്ടോ അവൾ കത്തിലേക്ക് തെറിച്ചു പോയി. ഏരിയ വരത്തില്ല ഇവനെ പേടിച്ചിട്ട്. ഓന്ത് പിടിച്ച് കടിക്കൂട്ടോ, ഓന്തിനൊന്നും പിടിച്ചേക്കരുത്. കൊണ്ട് ഇതൊക്കെ ഇറങ്ങി പോണത് ആരാ? ഇത് മറ്റേ പക്ഷിയാ? അത് വല്ല പക്ഷിക്കുഞ്ഞിന്റെ ഒക്കെ അമ്മയൊക്കെ ആയിരിക്കും. അതിന് സമയത്ത് കൂട്ടിച്ചെല്ലണ്ടേ? പിടിക്കണ്ടേ? പിന്നെ നീ എന്നാ നേരത്തെ എന്താ പിടിക്കാന്നാ? നീ നേരത്തെ പിടിക്കാന്നാ? പിടിച്ചിട്ട് വിടാനായിരുന്നു. അയ്യോ, ഞാൻ എന്നകത്ത് പറയാം. പിടിച്ചിട്ട് ഞാൻ ഒരു 7 മണി വെച്ചിട്ട് വിടാൻ. ഓഹോ, 7 മണി വെച്ചിട്ട് പിന്നെ അതിന് വിടണ എങ്ങനെയാണ്? എന്റെ തലമുടി നോക്കിക്കേ. രണ്ടാമത്തെ തവണല്ലോ എന്നെ തുള്ളി പോലെ എണ്ണ ഇല്ലാതെ എന്റെ മുടി ഇരിക്കുന്നുണ്ടോ? രണ്ടാമത്തെ തവണല്ലോ വേണ്ടത്. ഞങ്ങൾ ഈ വെന്റിലേഷനിൽ ഒരു പേപ്പർ ഫുള്ളായിട്ട് എടുത്ത് വെച്ചേക്കുവാണ്. വണ്ടിന്റെ ശല്യം കാരണമായിട്ട്. ചെള്ളന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്യായ ചെള്ള. വേണ്ട വേണ്ട വേണ്ട, ഇന്ന് ലൈറ്റ് ഫുള്ള് കടത്താൻ പോവാ. ഞാൻ കൂളിയും കഴിഞ്ഞിട്ട് ഞാൻ കയറി പോരുവാ. ഇച്ചിരി അരി വെള്ളത്തിൽ ഇട്ടില്ലടോ, നിന്നോട് പറയാനും പറഞ്ഞു. ഞങ്ങൾ ഇച്ചിരി പാലപ്പം ഉണ്ടാക്കാം. ഞാൻ കുളിച്ചു. ആ കുട്ടപ്പനല്ല, നീ പൊന്നപ്പനായി. പൊന്നപ്പനായി. അതെ, പൊന്നപ്പനായി. ആൻസ് കൂട്ടം പൊന്നപ്പനായി. ഇങ്ങനൊക്കെ ചെയ്ത അയ്യോ, 500 പിന്നുണ്ട്. പിന്നൊക്കെ മാറി സെറ്റപ്പായിട്ട് ഞാൻ വരാം. ഇപ്പൊ ആ ഫോൺ എല്ലാവരും താഴെ ഇട്ടാണേ ചെറുക്കൻ. ഈ ടേബിൾ എന്തുവാടാ ഇങ്ങനെ ഇരിക്കുന്നത്? സാധനങ്ങളൊക്കെ നല്ല ചൂടാണേ. അപ്പൊ നല്ല ചൂടത്ത് ഇതുപോലെ എന്തേലൊക്കെ തണുത്ത എന്തേലും ഫ്രൂട്ട്സ് കഴിക്കാന്ന് ഓർത്ത് നമ്മള് ഈ പൈനാപ്പിൾ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ 2-3 ദിവസമായിട്ടോ. മുറിച്ച് ഞാൻ കഴിച്ചാലോ എന്ന് വിചാരിച്ചു. അപ്പൊ ഞങ്ങള് കുളിയൊക്കെ കഴിഞ്ഞു വന്നേ. നീ അത് ഉടുപ്പാടായിട്ടേക്കണേ. ഇല്ല, ഉണ്ടോ? നല്ല പുകച്ചിലാടാണ്. ഇപ്പൊ കുളിച്ച് വന്നത് കൊണ്ട് എനിക്ക് അത്ര ഇല്ല. എന്റെ അൻസറിനുള്ള ബോയിയാന്ന് നോക്കിക്കേ. ഈ സൈഡൊക്കെ ഇരുന്നിരുന്നതേ നോക്കിയേ. പോയി. ഒരു കത്തിന്ന് കഴിക്കൊണ്ട് വരാമോ? ആ പച്ചയായിട്ടിരുന്നപ്പോ തന്നെ മുറിച്ചാൽ മതിയായിരുന്നു. ശരിക്ക് കഴിക്കൊണ്ട് വേഗം വാ. ആ
കേട്ടപ്പാ. ഞാൻ തരിക്കുള്ളില്ല തേങ്ങ ഉണ്ടെന്ന് അല്ലേ അമ്മേ? നീയല്ലേ പറഞ്ഞ അരിക്കകത്ത് തേങ്ങ ഉണ്ടെന്ന്. ഇങ്ങനെ കട്ട് ചെയ്താ പോരെടാ. സൈഡ് ചതഞ്ഞിട്ടുണ്ട് ഇതിന്റെ, അത് കേടായത്. അന്നേരം തന്നെ എടുത്ത് കട്ട് ചെയ്ത് ഇത് കഴിക്കാണ്ടായിട്ട് വെച്ചോണ്ടിരുന്നു. പിന്നെ ഞാൻ ഇവിടെ വന്നിട്ട് എത്ര ദിവസമായതാ? നീ വന്നിട്ട് കുറെ ദിവസമായില്ല. നീ വന്നിട്ട് 2 ദിവസമായി. ഇന്നെ കൊണ്ട് കഴിച്ചരാ. നല്ല കപ്പ പുഴുക്കുണ്ടാക്കി. കപ്പയുണ്ട് കപ്പ. എനിക്കറിയാം. വൈകുന്നേരം ഉണ്ടാക്കാം. എന്നല്ലേ ഇപ്പൊ ഉണ്ടാക്കാം. വൈകുന്നേരം ചെണ്ടവരയും കപ്പ ഉണ്ടാക്കി, മുളക് ചമ്മന്തി. ചെണ്ടവരയും കപ്പയല്ല, പുഴുങ്ങി. പുഴുക്കുണ്ട. പുഴുക്കുണ്ടാക്കാണ് 2 കുഞ്ഞു കപ്പയുള്ളൂ. എന്തോ പുഴുക്കുണ്ടാക്കാമേ. ബുക്കുണ്ടാക്കാം. ഞാൻ തന്നെ 2 മിനിറ്റ് നമുക്ക് പോവാം. 1-2 വന്നിട്ടുണ്ട്. കറിയൊക്കെ എടുത്തോടാ. എന്നാ എടുത്തോടാ പകല്. പട്ടീനെ കൊണ്ട് ഇറങ്ങി പോയാ നീ? പിന്നെ ഞാൻ ഉച്ചയപ്പോ ഒരു വെയിലൊക്കെ കൊഞ്ഞപ്പിച്ച് ഇറക്കി കെട്ടിട്ട് അവിടെ നിന്ന് വണ്ടി ഓടിച്ചു. അത് കെട്ടി വിട്ടിട്ട് ചേട്ടൻ കടന്നു. മറ്റേ ചെസ് എടുത്തിട്ട് അവൻ്റെ കൂടി ചേട്ടൻ കളിച്ചു. നിനക്ക് ക്യാരറ്റ്സ് ഒക്കെ കളിക്കാൻ പാടില്ലേ? എന്ത് കാണാൻ വാങ്ങിയതാവാ? നീ ഇല്ലാന്ന് കാച്ച വേറൊരാള് വേണ്ടേ? 2 സൈഡ് നീ ഒരു സൈഡിൽ നിന്ന് തന്നെ തട്ടി മൊത്തം ഇട്ട് നീ ജയിക്കണം. ഞാൻ അപ്പുറത്തുനിന്ന് ഇപ്പുറത്ത് വരുമ്പോ സേവ് പോയിന്റ് അടി കിട്ടുള്ളൂ. ഈ ചെറുക്കന് തന്നെ എന്തോരം കളിക്കാം. ക്യാരംസ് ബോർഡ് ഉണ്ട്, ചെസ് ഉണ്ട്. ഈ ആൻസൂട്ടറിന് തന്നെ എങ്ങനെയൊക്കെ തുടങ്ങണത്? കുറച്ചേരം കയറി കടന്നു, കുറച്ചേരം അത് ചെയ്തു, കുറച്ചേരം ഇത് ചെയ്തു ഒന്ന് കേക്കുവാനാ. കൈ കഴുകട്ടെ കേട്ടോ. അപ്പോൾ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. കുറച്ചേരം ഞാൻ കിടന്നു, സാരി പോലും മാറാതെ ഞാൻ കുറച്ചേരം കിടന്നു. എനിക്കെന്തോ ചൂടൊക്കെ എടുക്കുക, വേർക്കും എന്തൊക്കെയോ ആയിരുന്നേ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞു വന്നു. ഇതൊക്കെ തന്നെയാണ് വന്നു കഴിഞ്ഞാലുള്ള നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത്. എല്ലാമൊക്കെ ഉണ്ടാക്കിയൊക്കെ കഴിച്ചിട്ട് കുറേ നാളായി. ഇനി എന്തെങ്കിലുമൊക്കെ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കണം. സ്നാക്സൊക്കെ അതൊക്കെ ഉണ്ടാക്കിയിട്ട് കുറേ നാളായിട്ടോ. അപ്പോൾ വെറൈറ്റി ഡിഷസും നമ്മുടെ ലൈഫ് സ്റ്റൈലും ഒക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. എൻ്റെ ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ എൻ്റെ ജീവിത വിജയം എന്ന് പറഞ്ഞാൽ ഉള്ളത് കൊണ്ട് ജീവിക്കുന്നു, ഉള്ളതിൽ ഞാൻ സംതൃപ്തിയാണ്. ഇല്ലാത്തതോർത്ത് എനിക്ക് യാതൊരു ദുഃഖവുമില്ല. എനിക്ക് ലഭിക്കില്ല എന്ന് കരുതുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ എനിക്ക് അത് കിട്ടില്ല എന്ന് ഉറപ്പായതിനെക്കുറിച്ചോ ഓർത്ത് ഞാൻ ഒരിക്കലും വേവലാതിപ്പെടാറില്ല, ആകുലപ്പെടാറില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഹാപ്പിയാണ്, ഉള്ളതിൽ ഞാൻ സംതൃപ്തയാണ്, സന്തുഷ്ടയാണ്. അതൊക്കെ തന്നെയാണ് എൻ്റെ ഈ പുഞ്ചിരിയുടെ രഹസ്യം. അപ്പം അങ്ങനെയൊക്കെ ജീവിക്കുക. അപ്പോൾ വീണ്ടും പുതിയ വിശേഷം പുതുത്ത വീഡിയോ കേട്ട് വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാ വണ്ണാത്തിക്കിളി ഒരു വണ്ണാത്തിക്കിളി നമ്മുടെ വീടിനകത്ത് കയറി വന്ന് അവിടെ വന്നിരുന്നു. അവസാനം അതിനെ ഒരു ഓട്ട കണ്ടപ്പം അത് അതിൽ ഇറങ്ങിപ്പോയി. അപ്പൊ വീണ്ടും പുതിയ വിശേഷം വീഡിയോ കേട്ട് വീണ്ടും Bye.